വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടു. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സ്വാമീസ് ലോഡ്ജും പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് യഥാർത്ഥ സംഭവങ്ങളുടെ റെഫറൻസ് കാണിക്കുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ മൊത്തത്തിൽ ഡൗൺ ആവുന്നത് സെക്കൻഡ് ഹാഫ് മുതലാണ്. കാരണം സെക്കൻഡ് ഹാഫ് മുതൽ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും വളരെ ഏജ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന മേക്കപ്പ് അല്ലെങ്കിൽ മേക്ക് ഓവർ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡ്രാമയിൽ അഭിനയിക്കുന്ന കുട്ടികൾ പോലും ഇതിന് നന്നായി മേക്കപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലെ പല ഇമോഷൻ സീനുകളും വർക്കാവില്ല. കാരണം കാണുന്നവർ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയില്ല. ആ കഥാപാത്രങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ അത്രയും പ്രായമുണ്ട് എന്ന് നമുക്ക് തോന്നണ്ടേ, എന്നാലും നമുക്ക് സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെ തോന്നുന്നില്ല. പിന്നെ കുറേ ക്രിഞ്ചായിട്ടുള്ള കോമഡികൾ, ഇതൊക്കെ ഒഴിവാക്കായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫ് ഇത്രയും ലെങ്ത് വേണോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി സിനിമ കാണുമ്പോൾ. പിന്നെ നിവിൻ പോളിയുടെ 1-2 സീനുകൾ വർക്കായി എന്നല്ലാതെ നിവിൻ പോളി ഉള്ളത് കൊണ്ട് ഈ സിനിമ കാണാം, അല്ലെങ്കിൽ നിവിൻ പോളി ഉള്ളത് കൊണ്ട് ഈ സിനിമ ബെറ്ററായി എന്നൊന്നും പറയാൻ പറ്റില്ല. മൊത്തത്തിൽ ആവറേജിനും താഴെയുള്ള എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എനിക്ക് ഈ സിനിമ. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഒരു സ്ഥിരം പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതല്ലാത്തൊരു സിനിമ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ കഴിഞ്ഞ സിനിമകളായ ഹൃദയമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഹൃദയത്തിൻ്റെ ലെവൽ പോലും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ സിനിമയിലെ പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. മധുപഗുരു പിന്നെ ജ്ഞാപകം ഒക്കെ നന്നായിട്ടുണ്ട്. സിനിമയിലെ പാട്ടുകൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ സിനിമയ്ക്ക് കൂടി കൊടുത്തില്ലെങ്കിൽ സിനിമ കുറച്ചുകൂടി നന്നായേനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്ഥിരം പാറ്റേണൊക്കെ മാറ്റി ഒരു പുതിയ രീതിയിലുള്ള സിനിമയായി വിനീത് ശ്രീനിവാസൻ വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി ഞാൻ വേഗം വരാം.